ഹേയ് ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഹൈക്ക് എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ ഒന്നാം സീസണിലെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 250 ലൈക്കാണ്. 250 ലൈക്ക് എപ്പോൾ ആവുന്നു അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡോട്ട് പോകാം. സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ അസാഹിനെയാണ് കാണിക്കുന്നത്. അസാഹയാണെങ്കിലും നമ്മളെ ഷോയനും കഗയാമയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോയ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഇനി വരാൻ പോകുന്ന ആ ഒരു പ്രാക്ടീസ് മാച്ചിൽ അവരെന്തായാലും ഡിഫീറ്റ് ചെയ്യും. ഇത് കേട്ടപ്പോൾ അസായിസാന് ആർക്കെതിരെയാണ് അവർ പ്രാക്ടീസ് മാച്ച് കളിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വരികയാണ്. അങ്ങനെ നമ്മൾ അസായി അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നിട്ട് നമ്മളെ ക്യാപ്റ്റൻ ഐച്ചി പിറകിൽ വന്ന് നിൽക്കുന്നത്. ക്യാപ്റ്റൻ ഐച്ചിയെ കണ്ടപ്പോഴേക്കും അസായിസാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാണ്. ഞാൻ ഒന്നാമതേ ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അതിന്റെ മേലെ നിന്നെ കൂടി കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ അസായിസാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ ക്യാപ്റ്റൻ ഐച്ചി അസായിസാനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെടാനൊന്നും നിൽക്കുന്നില്ല, നീ കുറച്ചു നേരം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അതിനുശേഷം ക്യാപ്റ്റൻ ഐച്ചി അസായിസാന്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നെക്കമ എന്ന് പറയുന്ന ഹൈസ്കൂളിനെതിരെ പ്രാക്ടീസ് മാച്ച് കളിക്കുന്നുണ്ട്. ഈ പറയുന്ന നെക്കമ്മയും പിന്നെ കറാസ്നോയും പണ്ടത്തെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റൈവൽസ് ആയിരുന്നു. പക്ഷേ നമ്മുടെ ജനറേഷന് ശേഷം ആ ഒരു റൈവൽറി അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളും അവരും ഏറ്റുമുട്ടാൻ പോകുന്നത്. അത് കാരണം പ്രാക്ടീസ് മാച്ച് ആണെങ്കിൽ കൂടി നമുക്ക് ഇത് ജയിക്കണം. അതിന് കറാസ്നോക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ക്യാപ്റ്റൻ ഐച്ചി അസായിസാനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അസായിസാൻ പറയുന്നത്, എനിക്ക് നിഷിനോയും സുഗാവറയും ഒക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പേടിയാണ്. ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ ഐച്ചി ആണെങ്കിൽ ചിരിച്ചതിന് ശേഷം, നിനക്ക് ഇത്രയും വലിയ ബോഡി ഉണ്ടായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നീ വെറും പാവമാണ്. പക്ഷെ നിഷിനോയ നിന്റെ ഓപ്പോസിറ്റ് ആണ്. കറാസ്നോയിലേക്ക് നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വരാം. ഒരാൾക്ക് പോലും നീ വരുന്നതിൽ എതിർപ്പില്ല. പക്ഷേ എനിക്കറിയാം നീ 1 മാസത്തോളമായിട്ട് ട്രെയിനിങ്ങിനൊന്നും വന്നിട്ടില്ല എന്ന്. നിനക്ക് ഇപ്പോഴും വോളിബോൾ കളിക്കാൻ കുറച്ച് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി നിനക്ക് കറാസ്നോയിലോട്ട് തിരിച്ചു വരാൻ. ക്യാപ്റ്റൻ ഐച്ചിയുടെ ഈ ഒരു വാക്കുകൾ നമ്മൾ അസായിസാനെ വല്ലാണ്ട് തന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. ശേഷം അവിടെ സീൻ കട്ടിയതിനു ശേഷം പിന്നെ നമ്മളെ കറാസ്നോയുടെ വോളിബോൾ കോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പാണ്. ആ ഒരു ഷോപ്പ് ഓടാൻ അടുത്ത് നമ്മൾ ടക്കേഡ്സാൻ ആണെങ്കിൽ കറാസ്നോ ടീമിന്റെ കോച്ചാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ്. ആ ഒരു ഷോപ്പ് ഓണറിന്റെ പേരാണ് ഉക്കായ്. അപ്പൊ ആ ഒരു ഷോപ്പ് കീപ്പർ ഉക്കായ് ആണെങ്കിൽ എന്നത്തെയും പോലെ നമ്മളെ ടക്കേഡ്സാന്റെ റിക്വസ്റ്റ് കറാസ്നോയുടെ കോച്ചായിരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ടക്കേഡ്സാൻ ഒരു കാര്യം പറയുന്നുണ്ട്, നെക്കമ ഹൈസ്കൂളിനെതിരെ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വരില്ലേ? നെക്കമ എന്ന് പറഞ്ഞപ്പോൾ ഉക്കായ് ആണെങ്കിൽ ആകെ നെട്ടിപ്പോവാണ്. എന്നിട്ട് ടക്കേഡ്സാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നെക്കമാട്ട എന്ന് പറയുന്ന കോച്ചാണെങ്കിൽ ഇപ്പൊ റിട്ടയർമെന്റിൽ നിന്ന് വന്നിട്ട് നെക്കമ എന്ന് പറഞ്ഞ ഹൈസ്കൂളിലെ കോച്ചായിരിക്കുകയാണ്. അത് കാരണം അവരോട് ഞാൻ പ്രാക്ടീസ് മാച്ചിനെ പറ്റി ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. പിന്നെ നെക്കമാട്ട എന്ന് പറയുന്ന കോച്ചാണെങ്കിൽ 7-8 വർഷങ്ങൾക്ക് മുന്നേ നെക്കമ എന്ന് പറഞ്ഞ ഹൈസ്കൂളിലെ സെറ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ പരസ്പരം അറിയുന്നുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാ ഓക്കായി നമ്മുടെ ടക്കേഡ്സാന്റെ കോളർ കയറി പിടിച്ചിട്ട്, നീ എന്താ കളിക്കാണോ? നല്ലപോലെ കടയിൽ നോക്കിയിരുന്ന എനിക്ക് വോളിബോൾ ടീമിന്റെ കോച്ചാവാൻ താല്പര്യം കൊടുത്തിട്ട് മര്യാദക്ക് പറയാ ഞാൻ എപ്പോഴാണ് എങ്ങോട്ടാണ് വരേണ്ടത്? അതിനർത്ഥം നീ കോച്ചാവാൻ സമ്മതിച്ചെന്നാണോ? ആ നെക്കോമാട്ട അവൻ പെട്ടെന്ന് തന്നെ കോച്ചായിട്ട് കറാസ്നോയെ ഡിഫീറ്റ് ചെയ്യാമെന്നാണ് അവന്റെ വിചാരം. അങ്ങനെ ടക്കേഡ്സാന്റെ ആഗ്രഹം പ്രകാരം തന്നെ നമ്മൾ ഊക്കായ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പ് കീപ്പർ ആണെങ്കിൽ ഇപ്പോൾ കറാസ്നോനെ കോച്ച് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഇത് നെക്കോമ ഹൈസ്കൂളിനെതിരെ മാച്ച് കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ വോളിബോൾ കോർട്ടാണ് കാണിക്കുന്നത്. അവിടെ ടനക്കസാനും നോയസാനും ഒക്കെ ഉണ്ടായിരുന്നു. ടനക്കസാനാണെങ്കിൽ നോയസാനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സസ്പെൻഷൻ കിട്ടിയ സമയത്ത് നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് നീ എന്താണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ അതിന് മറുപടി നമ്മൾ നോയസാൻ പറയുന്നുണ്ട്, ഞാൻ ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ തിരിച്ചെടുക്കാനാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഷോയെ പോയി സ്പൈക്ക് ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്ത് വിചാരിക്കുക, ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ തിരിച്ചെടുക്കുക എന്നാണ് നമ്മളെ നോയസാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ സസ്പെൻഷനിലായിട്ട് നമ്മളെ നോയസാന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് നമ്മളെ ടനക്കസാൻ ആകെ ഇംപ്രഷൻ വരുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വോളിബോൾ കോർട്ടിലോട്ട് നമ്മളെ ടക്കേഡ്സാൻ വരുന്നത്. ടക്കേഡ്സാന്റെ കൂടെ നമ്മളെ ഉക്കായ് ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ നമ്മളെ പ്ലേയേഴ്സിന് ഒന്നും തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ടക്കേഡ്സാൻ പറയുന്നത്, ഇതാണ് ഊക്കായ്, ഇനി തൊട്ട് നിങ്ങളൊക്കെ കോച്ച് ചെയ്യാൻ പോകുന്നത് ഇയാളായിരിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മൾ ടനക്കസാൻ പറയുന്നുണ്ട്, ഇതാ കടയുടെ ഓണർ അല്ലേ? ഇയാൾ തന്നെയാണോ ശരിക്കും ഞങ്ങളെ കോച്ച് ചെയ്യാൻ പോകുന്നത്? ഇതിന് മറുപടി ടക്കേഡ്സാൻ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഊക്കായ് വെറും ഒരു കടയുടെ ഓണർ ആയിരുന്നില്ല, അദ്ദേഹം പണ്ടത്തെ കറാസ്നോയിലെ ഒരു പ്ലെയർ ആയിരുന്നു. അതുകൂടാതെ പണ്ടത്തെ കറാസ്നോ കോച്ച് ചെയ്തിരുന്ന ആ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഊക്കായ് എന്ന് പറയുന്ന കോച്ചിന്റെ ഗ്രാൻഡ് സൺ ആണ് ഈ ഒരു കോച്ച്. ഇത് കേട്ടപ്പോൾ നമ്മളെ പ്ലേയേഴ്സ് എല്ലാവരും ഞെട്ടി പോകുന്നുണ്ട്. സോ നമുക്കിനി ഊക്കായ് കോച്ച് എന്ന് വിളിക്കാം. അപ്പോൾ കോച്ച് പറയുന്നുണ്ട്, ഇനി നമ്മൾ നാട്ടിലൊരു ക്ലബ്ബുമായിട്ട് പ്രാക്ടീസ് മാച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് നോക്കുന്നതായിരിക്കും. എല്ലാവരും തന്നെ നിങ്ങളെ ബെസ്റ്റ് കൊടുത്തിട്ട് മാച്ച് കളിക്കാൻ നോക്കുക. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം അവർ നാട്ടിലെ ക്ലബ്ബ് അവിടേക്ക് വരികയാണ്. ഇവരെല്ലാവരും പണ്ടത്തെ കറാസ്നോയിലെ പ്ലേയേഴ്സ് ആയിരുന്നു. അതുമാത്രമല്ല ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് 20-30 വയസ്സൊക്കെ ഉണ്ട്. അങ്ങനെ കോച്ചാണെങ്കിൽ എല്ലാവരും കളിക്കാൻ റെഡിയാണോ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരും ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പം നമ്മളെ കോച്ച് നോയസാനെ ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും ഉറക്കെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ നോയസാൻ മാത്രമേ പറയാതിരുന്നിട്ടുള്ളൂ. അത് കാരണം നോയസാനടുത്ത് നീ കളിക്കുന്നില്ലേ ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ ഐച്ചി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അവനൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് കാരണം അവന് കളിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം നമ്മളെ കോച്ച് ഇഞ്ചറി വല്ല പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോയസാൻ ഇല്ലാന്ന് പറയുന്നുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു നാട്ടിലെ ടീമിൽ ഇറങ്ങിക്കോ. സോ നാട്ടിലെ ടീമിൽ ഇറങ്ങാൻ നമ്മളെ നോയസാൻ
സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ഷോയെ വിളിച്ചു പറയുന്നത് അസായിസാൻ വന്നോ. ഇതേ സമയം അസായിസാൻ ആണെങ്കിൽ ഈ കുരിപ്പ് ഇവനെ കൊണ്ട്. അപ്പോഴാണ് കോച്ച് വന്നിട്ട് അസായിസാൻ അടുത്ത് പറയുന്നത്, നീ ഒരു കറാസിനോ ടീമിലുള്ളതല്ലേ, പെട്ടെന്ന് തന്നെ വന്ന് ട്രെയിനിങ് ചെയ്യും, ഞങ്ങൾ ഒന്നാമതേ പ്ലേയേഴ്സ് ഇല്ലാതിരിക്കുകയാണ്. സോ അത് കാരണം തന്നെ നമ്മളെ അസായിസാൻ ആണെങ്കിൽ ഇപ്പോൾ വോളിബോൾ കോർട്ടിലോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ഓപ്പോസിറ്റ് ടീമിലാണ് നിൽക്കുന്നത്. അതായത് പുറത്തുനിന്ന് വന്ന നാട്ടിലെ ക്ലബ്ബില്ലേ, അതിലാണ് നമ്മളെ അസായിസാൻ കളിക്കുന്നത്. അത് കാരണം തന്നെ നോയസാനും അസായിസാനും ഒരു ടീമിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിലെ ക്ലബ്ബിന് ഒരു സെറ്ററിന് കൂടി ആവശ്യമുണ്ട്. അത് കാരണം നമ്മൾ കോച്ചാണെങ്കിൽ സുഗവർസാനോട് ഈ ഒരു ടീമിലോട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ സുഗവർസാൻ അസായിസാനോട് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ നിനക്ക് കിട്ടുന്ന സെറ്റൊക്കെ എല്ലാവരും ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, പക്ഷേ നീ എനിക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്യാൻ അനുവദിക്കണം. ഇത് കേട്ടപ്പോൾ നമ്മൾ അസായി ചിന്തിക്കുന്നുണ്ട്, നീ ഇട്ട് തരുന്ന സെറ്റുകൾ അത് ഞാൻ സ്പൈക്ക് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് ഒരിക്കലും നിന്റെ തെറ്റല്ല, അത് ആ ഒരു സ്പൈക്ക് ചെയ്യുന്ന എൻ്റെ തെറ്റാണ്. പിന്നെ നമ്മളെ ഷോയും കഗാമിയും അസായിസാൻ തിരിച്ചു വന്നതിൽ സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം ഒട്ടും വൈകാതെ തന്നെ നാട്ടിലെ ക്ലബ്ബും ക്രാസ്നോ ഹൈസ്കൂളും തമ്മിലുള്ള ഒരു പ്രാക്ടീസ് മാച്ച് അവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ഷോയും കഗാമിയൊക്കെ ആദ്യമായിട്ടാണ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെതിരെ കളിക്കുന്നത്. അത് കാരണം തന്നെ അവർ രണ്ടുപേരും നല്ല കോൺസെൻട്രേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്. മാച്ചിന്റെ തുടക്കം വല്ലാണ്ട് തന്നെ കാണിക്കുന്നില്ലെങ്കിലും ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളെ സുഗവർസാന്റെ ഒരു സെറ്റാണ്. സുഗവർസാന്റെ ആ ഒരു സെറ്റ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ടീമിലെ ഒരു കിടിലൻ പ്ലെയർ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പ്ലെയർ ആണെങ്കിൽ നമ്മളെ സുഗവർസാനെ ആ ഒരു സെറ്റിന് വേണ്ടി അഭിനന്ദിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണെങ്കിലോ നമ്മളെ ക്യാപ്റ്റൻ അയച്ചിക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും സന്തോഷമാവുന്നൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, ഈ ഒരു എപ്പിസോഡ് മെയിൻ ആയിട്ട് ഈ ഒരു മാച്ച് അല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ പ്ലേയേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷനും അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിനും ഒക്കെയാണ് ഈ ഒരു എപ്പിസോഡ് പ്രാധാന്യം നൽകുന്നത്. അത് കാരണം തന്നെ മാച്ചിൽ പോയിന്റ് നേടുന്നത് വല്ലാണ്ട് തന്നെ കാണിക്കുന്നില്ല. ശേഷം നമ്മളെ ഷോയും കഗാമിയും അവരുടെ ഫാസ്റ്റ് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ക്ലബ്ബിലെ ആ ഒരു പ്ലേയേഴ്സിനെയും പിന്നെ അവിടേക്ക് പുതിയതായി വന്ന അസായിസാനും പിന്നെ നമ്മളെ കോച്ചിനൊക്കെ ഇംപ്രസ് ആക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മളെ കറാസിനയുടെ പണ്ടത്തെ ഒരു മാച്ചാണ്. പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഷോയും കഗാമിയും ഒന്നും ടീമിൽ ഉണ്ടാവാത്ത ഒരു സമയമാണ്. ഈ ഒരു മാച്ച് ആണെങ്കിൽ വളരെയധികം വാശിയേറിയ ഒരു മാച്ചാണ്. നമ്മുടെ ടീമിലെ എല്ലാവരും നല്ല ഹാർഡായിട്ട് തന്നെ ഈ ഒരു മാച്ചിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അസായിസാന് ഒരു പോയിന്റ് നേടാൻ ഒരു ചാൻസ് ലഭിക്കുകയാണ്. അസായിസാൻ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ടീം അത് ബ്ലോക്ക് ചെയ്യാണ്. അത് കാരണം അസായിക്ക് സങ്കടം ഉണ്ടാച്ചിട്ട് നമ്മളെ സുഗവർസാനും ക്യാപ്റ്റൻ ടൈച്ചും അസായിസാനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം പിന്നെ നമ്മളെ കറാസിനോക്ക് ഒരു ചാൻസ് ലഭിക്കുകയാണ്. പുതിയ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോയസാൻ നല്ല പങ്ക് നൽകുന്നുണ്ട്. അങ്ങനെ നോയസാൻ ക്രിയേറ്റ് ചെയ്ത ആ ചാൻസിൽ നിന്ന് നമ്മുടെ സുഗവർസാൻ ആ ഒരു ബോൾ നമ്മൾ അസായിസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണെങ്കിലും അസായിസാൻ നല്ല പവർഫുൾ ആയിട്ട് തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ടീം അതും ബ്ലോക്ക് ചെയ്യാണ്. പക്ഷേ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ആ ഒരു ബോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ നോയസാനെ അത് റിസീവ് ചെയ്യാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് നമ്മൾ നോയസാൻ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മൾ അസായിസാൻ ആണെങ്കിൽ വീണ്ടും ബ്ലോക്ക്. ഇവരെന്താരും എന്നെ കുറ്റപ്പെടുത്താത്തെ, ഇവരെന്താരും എന്റെ സ്പൈക്കുകൾ മോശമാണെന്ന് പറയാത്തെ. അങ്ങനെ അസായിസാൻ ആണെങ്കിൽ തന്റെ ബാഡ് പെർഫോമൻസ് കാരണം ആകെ ഡള്ളായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടുകയാണ്. ആ ഒരു ചാൻസ് ശരിക്കും നമ്മൾ അസായിക്കാണ് കൊടുക്കേണ്ടിരുന്നത്. പക്ഷെ അസായി ബോൾ ചോദിക്കാത്ത കാരണം തന്നെ നമ്മൾ ക്യാപ്റ്റൻ അയച്ച് അതിലിടപെട്ട് ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യും. പക്ഷേ അവരുടെ ടീം അതും ബ്ലോക്ക് ചെയ്യും. അത് കാരണം തന്നെ ആ ഒരു മാച്ച് നമ്മൾ കറാസിനോട് തോൽക്കാണ്. അങ്ങനെ ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് അവർ വോളിബോൾ കോർട്ടിലോട്ട് എത്തിയിട്ടും അവർക്ക് സങ്കടം അടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ നിഷിനോയ് പറയുന്നുണ്ട്, എനിക്ക് ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ പോലും റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതേസമയം അസായിസാൻ പറയും, നിങ്ങൾ ആരും ഈ ഒരു മാച്ച് തോറ്റേനെ എന്നെ കുറ്റപ്പെടുത്താത്തെ. നിഷിനോയ, നീ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ തിരിച്ചെടുത്താൽ പോലും അതിലൊരു കാര്യമില്ല, കാരണം എനിക്കത് സ്പൈക്ക് ചെയ്യാൻ സാധിക്കില്ല. സ്പൈക്ക് ചെയ്തിട്ടും കാര്യമില്ല, അതെന്തായാലും ബ്ലോക്ക് ചെയ്യും. നീ ഇപ്പം എന്താ പറഞ്ഞേ, ഞാൻ റിസീവ് ചെയ്യുന്ന ബോൾ ഒരു കാര്യമില്ലെന്നോ? ബോൾ സ്പൈക്ക് ചെയ്യുന്നതിന് മുന്നേ നീ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ ആ ഒരു ബോൾ ഓൾറെഡി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു? നീ 2 ബോൾ സ്പൈക്ക് ചെയ്തിട്ട് 2 ബോളും ബ്ലോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം 3ാമത്തെ ബോളായിരിക്കും നമുക്ക് പോയിന്റ് നേടിത്തരാൻ പോകുന്നത്. അത് കാരണം ഒരു കളിയുടെ നടക്കുന്നിട്ട് എനിക്ക് ബോൾ സ്പൈക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാൻ പാടില്ല. എനിക്ക് നിങ്ങളുടെ പോലെ ടീമിൽ ഒരു പോയിന്റ് നേടിക്കൊടുക്കാൻ സാധിക്കില്ല. എനിക്ക് ആകെ പറ്റുന്നത് നിങ്ങളെ കൊണ്ട് പോയിന്റ് നേടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ കേട്ട് നമ്മൾ അസായിസാൻ ആകെ സങ്കടമായിട്ട് 2-3 ദിവസമായിട്ട് വോളിബോൾ കോർട്ടിലോട്ട് വന്നിട്ടില്ല. അതിനെപ്പറ്റി ചോദിക്കാൻ നമ്മുടെ നോയസാൻ അസായിസാൻ്റെ അടുത്ത് പോയപ്പോൾ അസായിസാൻ പറയുന്നുണ്ട്, എനിക്ക് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സ്പൈക്കുകൾ ചെയ്തിട്ട് മടുത്ത്. അതേപോലെ നിനക്കും എന്തിനൊക്കെയാ വേണ്ടി റിസീവ് ചെയ്യുന്ന ബോൾ പോലെ ഇല്ലേ, കാരണം നീ എങ്ങനെയൊക്കെ റിസീവ് ചെയ്താലും നമുക്കത് പോയിന്റ് നേടി തരാൻ പോകുന്നില്ലല്ലോ. അസായിസാന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് നമ്മുടെ നോയസാൻ ആകെ ദേഷ്യപ്പെട്ടിട്ടും സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് വൈസ് പ്രിൻസിപ്പാൾ ആണെങ്കിൽ നമ്മൾ നോയസാൻ അടുത്ത് വന്ന് ചൂടാവുന്നുണ്ട്. അതേപോലെ നോയസാനും ആ ഒരു ദേഷ്യത്തിൽ തിരിച്ചും ചൂടാവുന്നു. അത് കാരണമാണ് നമ്മുടെ നോയസാന് 1 മാസത്തോളം സസ്പെൻഷൻ ലഭിക്കുന്നത്. നമ്മുടെ അസായിസാൻ നോയസാനെ വെറുപ്പിക്കുന്ന രീതിയിൽ കുറെ വാക്കുകൾ പറഞ്ഞെങ്കിലും അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ അസായിസാനെ ഉള്ളിനുള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം അന്ന് നടന്ന ആ ഒരു ദേഷ്യമൊക്കെ ഈ ഒരു മാച്ചിൽ തീർക്കാനാണ് നമ്മൾ അസായിസാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കാരണം നമ്മൾ അസായിസാൻ നമ്മളെ നോയസാൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. എന്റെ സ്പൈക്കുകൾ ഇനി എത്ര പ്രാവശ്യം ബ്ലോക്ക് ചെയ്യപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇനിയും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ നമ്മളെ നോയസാന് നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അസായിസാന്റെ ടീമിൽ ഒരു ചാൻസ് ബോൾ കിട്ടുകയാണ്. അത് മുൻകൂട്ടി അറിഞ്ഞ് നമ്മുടെ കഗയാമൻ ടനക്കസാനും സുക്കിഷിയും ഒക്കെ ആ ഒരു ബ്ലോക്കിനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അസായിസാന് കിട്ടിയ ഒരു ചാൻസ് അസായിസാൻ നല്ല പവറിൽ തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഗയാമ കാരണം അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. കഗയാമ അത് ബ്ലോക്ക് ചെയ്തപ്പോൾ അവന്റെ കൈ ആകെ തരിക്കുകയാണ്. കഗയാമ ബ്ലോക്ക് ചെയ്ത കാരണം തന്നെ നമ്മളെ ഷോര ടീമിന് ഒരു പോയിന്റ് ലഭിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മൾ നോയസാൻ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ വീണ്ടും റിട്രീവ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. അങ്ങനെ നോയസാൻ റിട്രീവ് ചെയ്ത ആ ഒരു ബോളാണെങ്കിൽ മേലോട്ട് എറിച്ചു പോകുന്നുണ്ട്. ആ ഒരു ബോൾ നേരെ പോകുന്നത് നമ്മുടെ സുഗവർസാന്റെ അടുത്ത് കാണും. സുഗവർസാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അസായിക്ക് ഇനി ബോൾ സെറ്റ് ചെയ്ത് കൊടുക്കണോ? അവൻ ഇപ്പോൾ ഒരു ബോൾ സ്പൈക്ക് ചെയ്തേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു ബോളും ഇട്ടുകൊടുത്തിട്ട് ഈ ഒരു ബോളും ബ്ലോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുക? അങ്ങനെ കൺഫ്യൂസ് അടിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ അസായിസാൻ
ഞാനിവിടെ ഫ്രീ ആണ്, ഒരു സെറ്റും കൂടി. ഇത് കേൾക്കേണ്ട താമസം നമ്മളെ സുഖാവസാൻ ഒന്നും നോക്കാതെ നമ്മളെ അസൈസാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സുക്കിഷിമിയും കക്കയാമിയും ടാനക്കസാനൊക്കെ നമ്മൾ അസൈസാന്റെ സ്ട്രൈക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. അങ്ങനെ അസൈസാനാണെങ്കിൽ നല്ല ഉയരത്തിൽ ചാടിയിട്ട് തന്നെ നല്ല പവറിൽ ആ ഒരു ബോൾ ഞാനാണ് കറാസ്നോയുടെ ഏസ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നല്ല പവറിൽ തന്നെ ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യാണ്. അത് നമ്മളെ കകയാമിയുടെ സുക്കിഷിമിയുടെ ആ ഒരു ബ്ലോക്കില്ലേ, അത് നല്ല പവറിൽ തന്നെ തുളഞ്ഞു കയറുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കറാസ്നോയുടെ ഏസ് ആയിട്ടുള്ള അസൈസാന്റെ വക ഒരു കിടിലൻ സ്പൈക്കിലൂടെ തന്നെ അവർക്ക് ഒരു പോയിന്റ് ലഭിക്കുകയാണ്. ഇത് കണ്ടുകൊടുക്കുന്ന നമ്മളെ ക്യാപ്റ്റൻ ഡൈച്ചിക്കും സുഖാവസാനൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. സോ അങ്ങനെ അസൈസാനാണെങ്കിൽ കറാസിനോട് ഏസായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് കാണിച്ചു വരുന്ന ഒരു സീനിലൂടെയാണ് നമ്മളെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, എങ്ങനെയായിരുന്നു എപ്പിസോഡ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡിന് 250 ലൈക്ക് ആകുമ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരാം. അതുവരേക്കും ബൈ.